വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടായതോടെ കാലിക്കറ്റ് സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നില്ല. യോഗം ചേരാത്തതിനാൽ സർവകലാശാലയുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നുവെന്ന് CPM അംഗങ്ങൾ പറഞ്ഞു. സിൻഡിക്കേറ്റിന്റെ അനുമതിയില്ലാതെ രജിസ്ട്രാറെ നിയമിച്ച VCയുടെ നടപടി ചോദ്യം ചെയ്യുന്നത് തടയാനാണ് യോഗം വിളിക്കാതിരിക്കുന്നത് എന്നും അംഗങ്ങൾ ആരോപിച്ചു. 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നാണ് സർവകലാശാല ചട്ടം. അജണ്ടകളുടെ ബാഹുല്യം കാരണം സാധാരണ മാസത്തിലൊരിക്കൽ യോഗം ചേരാറുമുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം ഇതുവരെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ടില്ല. അവസാന യോഗം ചേർന്നിട്ട് വരുന്ന 24-ാം തീയതി 2 മാസം പൂർത്തിയാകും. ഇതുവരെ യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും അംഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. സിൻഡിക്കേറ്റ് ചേരാത്തോണ്ടുണ്ടാകുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിരവധിയായ PhD ഡിഗ്രികളാണ് അവാർഡ് ചെയ്യേണ്ടത്. അത് സിൻഡിക്കേറ്റ് അംഗീകരിച്ചാൽ മാത്രമേ അത് അവർക്ക് വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുള്ളൂ. അതെല്ലാം സ്തംഭനാവസ്ഥയിലേക്ക് മാറി. സാധാരണഗതിയിൽ ഓരോ മാസവും സിൻഡിക്കേറ്റ് ചേരാറുണ്ട്. നിയമപരമായി 2 മാസത്തിനുള്ളിൽ ഒന്നെങ്കിലും ചേരണമെന്നാണ് വ്യവസ്ഥയെങ്കിലും ഓരോ മാസം കൂടുമ്പോഴും സിൻഡിക്കേറ്റ് യോഗം ചേരാറുണ്ട്. കാരണം അത്രയേറെ അജണ്ടകൾ ഓരോ സിൻഡിക്കേറ്റിലും 200-300 അജണ്ടകൾ വരും. ഇപ്പോൾ 2 മാസത്തോളമായി സ്തംഭനം വരികയാണ്. സിൻഡിക്കേറ്റിന്റെ അനുമതിയില്ലാതെയാണ് പുതിയ രജിസ്ട്രാറെ വൈസ് ചാൻസലർ നിയമിച്ചത്. ഇനി വരുന്ന സിൻഡിക്കേറ്റ് ഈ നിയമനത്തിന് അംഗീകാരം നൽകണം. സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷമുള്ള CPM അംഗങ്ങൾ എതിർത്താൽ ഈ നിയമനം സാധുവാകില്ല. ഇത് തടയുന്നതിനാണ് യോഗം വിളിക്കാൻ വൈസ് ചാൻസലർ തയ്യാറാകാത്തതെന്നും CPM അംഗങ്ങൾ ആരോപിക്കുന്നു. രജിസ്ട്രാറെ തീരുമാനിക്കേണ്ട നിയമപരമായ ബോഡി എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിൻ്റെ പവർ 1013 ഉപയോഗിച്ച് രജിസ്ട്രാർ നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത സിൻഡിക്കേറ്റിലേക്ക് ഈ രജിസ്ട്രാറുടെ നിയമനം വെക്കണം. അത് സിൻഡിക്കേറ്റ് അംഗീകരിച്ചാൽ മാത്രമേ ഈ രജിസ്ട്രാർക്ക് തുടരാൻ കഴിയൂ. അപ്പോൾ 24-നുള്ളിൽ സിൻഡിക്കേറ്റ് വിളിച്ചാൽ VC എടുത്ത ഏകപക്ഷീയമായ തീരുമാനം നടപ്പിലാവില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് നിലവിലെ സിൻഡിക്കേറ്റിൽ തുടരാൻ ധാർമ്മികമായി അവകാശമില്ലെന്നാണ് UDF അംഗങ്ങളുടെ വാദം. ഈ നിലയിൽ മുന്നോട്ട് പോയാൽ സർവകലാശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും താളം തെറ്റും. ക്യാമറമാൻ ഷബീർ കലീലിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്. വിവരങ്ങളുമായി സലാം മുഹമ്മദ് തന്നെ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. സലാം, ഭരണമാറ്റമുണ്ടായതിനു ശേഷം കാലിക്കറ്റ് സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ 2 മാസത്തിലധികമായി കാണണം ഒരു യോഗം ചേർന്നിട്ട്. യോഗം ചേരാത്തത് കൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉടലെടുത്തിട്ടുള്ളത്? അതിലിപ്പോൾ CPM അംഗങ്ങൾ ആരോപിക്കുന്നത് എന്താണ്? ദിവ്യർ, നമുക്കറിയാം സർവകലാശാലയുടെ അപ്പർ ബോഡി എന്ന് പറയുന്നത് സർവകലാശാല സിൻഡിക്കേറ്റ് ആണ് സാമ്പത്തിക അക്കാദമിക് കാര്യങ്ങളിലൊക്കെ തന്നെ അന്തിമ തീരുമാനമെടുക്കുക. സിൻഡിക്കേറ്റ് അംഗീകാരം ലഭിച്ച ശേഷമാണ് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാവുക. അതാണിപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നേരത്തെ CPM അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, ഗവേഷകർക്ക് PhD അവാർഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ സിൻഡിക്കേറ്റിന് അംഗീകാരം തേടേണ്ടതുണ്ട്. അതാണിപ്പോൾ വൈകുന്നത്. സിൻഡിക്കേറ്റ് ഇതുവരെ ചേർന്നിട്ടില്ല. സാധാരണഗതിയിൽ 2 മാസത്തിലൊരിക്കലാണ് സിൻഡിക്കേറ്റ് ചേരേണ്ടത്. ഈ മാസം 24 വരുമ്പോൾ 2 മാസം പൂർത്തിയാവുകയാണ്. ഇതുവരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കാർക്കും സിൻഡിക്കേറ്റ് യോഗം സംബന്ധിച്ച യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. നേരത്തെയൊക്കെ തന്നെ നിരവധി അജണ്ടകൾ സർവകലാശാല സിൻഡിക്കേറ്റിൽ വരാറുണ്ട്. നമുക്കറിയാം 1 മാസത്തിനുള്ളിൽ തന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾക്ക് അംഗീകാരം തേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി അജണ്ടകളാണ് യോഗത്തിൽ വരാറുള്ളത്. അതുകൊണ്ട് 1 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് ചേരുന്ന സ്ഥിതിയാണ് നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതുവരെ ഭരണമാറ്റം ഉണ്ടായതിനു പിന്നാലെയാണ് ഇങ്ങനെയൊരു യോഗം വിളിക്കുന്നതിൽ ഒരു അപാകത ഇപ്പോൾ വൈസ് ചാൻസലർ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതുവരെ യോഗം വിളിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിരവധി അജണ്ടകൾ പെൻഡിങ്ങിലായി പോവുകയാണ്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭരണപരമായ എല്ലാ കാര്യങ്ങളിലും ഒരു ലാഗ് ഉണ്ടാവുകയാണ്. അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്കും സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാർക്കായാലും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും പ്രതിസന്ധി ഉണ്ടാകുന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേരാതിരിക്കുന്ന ഒരു നടപടി. ഇക്കാര്യത്തിൽ VC എന്തെങ്കിലും തരത്തിലുള്ള പെട്ടെന്ന് തന്നെ സിൻഡിക്കേറ്റ് വിളിക്കാനുള്ള ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ നിരവധി കാര്യങ്ങളിൽ സർവകലാശാലയ്ക്ക് ഒരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകേണ്ടി വരും. ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പ്രധാനമായും UDF അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ ഭരണമാറ്റം ഉണ്ടായതിനു പിന്നാലെ സർക്കാർ നോമിനേറ്റ് ചെയ്ത 6 അംഗങ്ങൾ സിൻഡിക്കേറ്റിലുണ്ട്. ആ 6 അംഗങ്ങൾക്ക് നിലവിൽ സിൻഡിക്കേറ്റിൽ തുടരാനാകില്ല. ധാർമ്മികമായി അവർക്ക് തുടരാൻ അവകാശമില്ല എന്നുള്ളതാണ് UDF അംഗങ്ങൾ പറയുന്ന കാര്യം. കാരണം സർക്കാർ നോമിനേറ്റാണ്, കഴിഞ്ഞ സർക്കാരാണ് അവരെ നോമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സർക്കാർ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായും പുതിയ നോമിനേറ്റഡ് അംഗങ്ങൾ വരുന്നതുവരെ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടതില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാത്തതാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിച്ചിരിക്കുന്നത്. ആരോപണവും